ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ രാവിലെ എണീറ്റ് വെക്കുമ്പോൾ മഞ്ഞൊക്കെ ഏകദേശം പോയി തുടങ്ങുന്നുണ്ട്, എന്നാലും നല്ലപോലെ തണുപ്പുണ്ട് കേട്ടോ. കിച്ചണിൽ വന്നപ്പോൾ ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നോക്കുകയാണ് കേട്ടോ, പുറത്ത് മഞ്ഞ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ വീഡിയോസിന് ഒരു റീച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളെ മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ, നല്ലപോലെ മാഷാഅല്ലാഹ് ഉണ്ടാവുന്നുണ്ട്. ചായക്കുള്ള വെള്ളം നല്ലപോലെ കാഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പഞ്ചസാരയും പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ആ ഒരു ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദോശ തന്നെയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഈസി ആയിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചേർന്നിട്ടുണ്ടെങ്കിൽ ദോശയാണ് കേട്ടോ. അത് പത്തിരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ കലക്കി പറഞ്ഞാൽ പെട്ടെന്നാവും ചെയ്യും കേട്ടോ. അങ്ങനെ പത്തിരിപ്പൊടി വെച്ചിട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സാക്കി ദോശമാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ആവശ്യമുണ്ടോ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്കും ദോശേൻ്റെ കല്ലൊക്കെ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചൂടായ ആ ഒരു പാനിലേക്ക് നമ്മൾ ഓരോ ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഓരോ തവയായിട്ട്. ദോശമാവ് പാർന്ന് കൊഞ്ഞതിന് ശേഷം അടച്ച് വെച്ചിട്ട് അതൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ദോശയിലേക്കുള്ള രാവിലത്തെ കറി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ചെറുപയർ കറിയാണ് കേട്ടോ. ചെറുപയർ ചേക്കും കൂടി ഉള്ളത് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെറുപയറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊന്ന് ചീന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു തക്കാളിയും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് കഷ്ണം മുറിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ. അതിന് ചെറുപയർ കറി ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മളെ ദോശ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചുട്ടെടുത്തതിന് ശേഷം രണ്ടാമത്തെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നീർദോശ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതേപോലെ ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അതുകൊണ്ടാണ് എന്നും ദോശ ഉണ്ടാക്കുന്നത്. ഇനി ചെറുപയറിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് കുക്കറൊന്ന് അടിച്ച് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. ദോശ ചുടലും അതിൻ്റെ ഇടയിൽ കറി ഉണ്ടാക്കലും അതങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് നമുക്ക് വേറെയും കുറേ പരിപാടികളൊക്കെ പെട്ടെന്ന് പണികളൊക്കെ തീർത്തെടുക്കാം കേട്ടോ. അങ്ങനെ ചെറുപയർ നല്ലപോലെ കുക്കിച്ചൊക്കെ എടുത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ വറവിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഉള്ള ചെറുപയറാണ് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. പിന്നെ അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ടിട്ട് പിന്നെ അതൊന്ന് അലക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ പണി ഏകദേശം അങ്ങനെ തീരും കേട്ടോ. അലക്കാനുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർത്താലേ പിന്നെ ബാക്കിയുള്ള പണിക്ക് വലിയൊരു കൂടുതലായിട്ട് തോന്നില്ല കേട്ടോ. അങ്ങനെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ വന്നിട്ടുള്ളത് അകമൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. മൊത്തത്തിൽ പൊടിയായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകം മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും അടിച്ചാരാൻ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെയും ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ട് ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കാൻ ഇറങ്ങാറുള്ളത്. ഇന്നിപ്പം അതൊന്നുമില്ല കേട്ടോ, വേഗം അടിച്ചാരി എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിലൊക്കെ അത്യാവശ്യം നല്ലപോലെ കച്ചറ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അപ്പോഴേക്ക് മീനിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങി കേട്ടോ. തളമീനാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യലും ആദ്യമൊക്കെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നെന്താ എന്നോട് കട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ പിന്നെ അതൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചേ. ഇത് കുറച്ച് 2-3 ഇതേ വലുപ്പത്തിലുള്ള മീനുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ട് വേഗം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇതേ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. മീൻ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോയിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ മീൻ ക്ലീനാക്കി എടുക്കുന്നത്. അങ്ങനെ മീനൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് വെക്കാനുണ്ട്. അപ്പോഴേക്കും മീനൊക്കെ നല്ലപോലെ
വൃത്തിയാക്കിയിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. മീനിൻ്റെ തലമാലയൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതേപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് മുന്നേ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ ഫ്രിഡ്ജിൽ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത്. വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ മീനൊന്ന് ഫ്രൈ ആക്കാനുള്ള മീനൊക്കെ ഞാൻ എടുത്തിട്ട് ഈ ഒരു മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് തോനെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് തോനെ മീൻ ഫ്രൈ ആക്കി വെച്ചാലും 2-3 ദിവസത്തിനേക്ക് നമുക്ക് ഈ ഒരു മീൻ തന്നെ മതി കേട്ടോ. അങ്ങനെ നല്ല പോലെ തന്നെ മസാലയ്ക്ക് ഒന്ന് മീനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് നമുക്ക് വേണ്ട സമയത്ത് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. മസാലയൊക്കെ തേച്ച് വെച്ച മീൻ ഞാൻ ഇതേപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഞാൻ അട്ടിയിലായിട്ട് അങ്ങനെ അത് സെറ്റാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ മീൻ എല്ലാം ഇതിൽ തന്നെ വെക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പിന്നെ മീനിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ മീൻ എടുക്കുന്നില്ല. അങ്ങനെ മീൻ ഇതാ ഈ ഒരു പാത്രത്തിലാക്കിയിട്ടൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കറി വെച്ചാൽ ആദ്യത്തെ മീനൊന്നും പോവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇതാ 2 പാത്രവും നല്ലപോലെ അടിച്ച് വെച്ചിട്ട് പിന്നെ ഇതൊന്നും ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കറി വെക്കാനുള്ളത് മാത്രം ഞാൻ മുകളിലേക്ക് വെക്കുന്നുണ്ട്. രാത്രിക്ക് നമുക്ക് മീനൊന്ന് ഫ്രൈ ആക്കണം കേട്ടോ, ഉച്ചയ്ക്ക് വേണ്ടാന്നാണ് ഉദ്ദേശിച്ചത്. ഫ്രൈ ആക്കാനുള്ളത് അടിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് രാത്രി എടുത്തിട്ട് ഫ്രൈ ആക്കാം. പിന്നെ ഇതാ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ, അലക്കിയതൊക്കെ ഒന്ന് ചിക്കിടാനുണ്ട്. അപ്പോൾ ഇതാ വന്ന് നോക്കിയപ്പോൾ നല്ലപോലെ ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ, മറ്റേ ആപ്പിൾ ചാമ്പക്ക ഉണ്ടല്ലോ അതാണ്. ഞാനിവിടെ ഒരു ഷെഡുണ്ട്, ആ ഷെഡിലാണ് കേട്ടോ അലക്കാനുള്ളതൊക്കെ ഒന്ന് തോരയിട്ട് നിന്നത്. അതാകുമ്പോൾ പിന്നെ നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്ത് വെച്ചാൽ മതി. വെയിലത്തിടുകയാണെങ്കിൽ ഒന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വെയിൽ പോണ സമയത്ത് എന്തായാലും എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഷെഡിലിട്ടാൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അകത്തുള്ള തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിച്ചാരൽ ഓൾറെഡി നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി തുടക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ 2-3 പ്രാവശ്യം നമ്മൾ തുടക്കുകയാണ് കേട്ടോ. ഈ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തന്നെ രാവിലത്തെ ആ ഒരു പരിപാടി ഏകദേശം കഴിയും കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.